ഹലോ. 2026 കേരള ബജറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി ആദ്യത്തെ ഒരു ഷോർട്സ് കേരള ബജറ്റ് 2026ന്റെ ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്സ് അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് കേരള ബജറ്റ് 2026 എന്തൊക്കെ കാര്യങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഷോർട്സിൽ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകനുണ്ട്. അതായത് ഒരു പറയ സമുദായത്തിന്റെ നേതാവാണ് ഈ പറയുന്ന കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്മാരകം തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിർമ്മിക്കും എന്നാണ് ഈ ബജറ്റിലൂടെ പറഞ്ഞത്. അതായത് ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘമൊക്കെ സ്ഥാപിച്ച ഒരു പറയ സമുദായ നേതാവാണ് കാവാരിക്കുളം കണ്ടൻകുമാരൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കും എന്നീ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അൻപുവീട് പദ്ധതി എന്നറിയപ്പെടുന്നത്. ഭിന്നശേഷിക്കാർക്ക് ബ്ലോക്ക് തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്ന ഒരു കെയർ ഹോമിന്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ കെയർ ഹോം പദ്ധതിയുടെ പേരാണ് അൻപുവീട് എന്ന് പറയുന്നത്. അതായത് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരെ പ്രാദേശികമായിട്ട് പരിചരിക്കുന്ന ഒരു പദ്ധതിയാണ്, പ്രാദേശിക തലത്തിൽ അവരെ പരിചരിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപുവീട് പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബജറ്റിൽ മുതിർന്ന പൗരന്മാരുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000 ആക്കി ഒരു ക്ഷേമനിധി എന്ന് പറയുന്നത് 2000 രൂപയിലേക്ക് ഉയർത്തി. അത് ഈ പറയുന്ന 2026 കേരള ബജറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബഡ്ജറ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷന് പകരം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. അപ്പോൾ പങ്കാളിത്ത പെൻഷന് പകരം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. ഈ അഷ്വേർഡ് പെൻഷൻ പ്രകാരം അവസാന ശമ്പളത്തിന്റെ 50% പെൻഷനായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രകാരം അവസാന ശമ്പളത്തിന്റെ 50% പെൻഷനായിട്ട് നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന അഷ്വേർഡ് പെൻഷൻ പദ്ധതി 2026 ഏപ്രിൽ 1 നിലവിൽ വന്നു. അപ്പൊ അഷ്വേർഡ് പെൻഷൻ പദ്ധതി 2026 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. ഇത് കേരള ബജറ്റ് 2026 അവതരിപ്പിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. ഇനിയും നമുക്ക് കേരള ബജറ്റ് 2026 ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പദ്ധതികൾ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ഷോർട്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. താങ്ക്